2001 ആഗസ്റ്റ് 23 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 320 ഗണേശൻ. വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ഗണേശൻ എന്ന് വിളിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ തന്മാത്രകളുടെയും ഗുണങ്ങളുടെയും ഊർജങ്ങളുടെയും സംഘാതമാണ്. ഗണം എന്നാൽ സംഘം എന്നാണ് അർത്ഥം. നാഥനില്ലാത്ത ഒരു സംഘത്തിനും നിലനിൽപ്പില്ല. തേൻകൂടിന്റെ നിലനിൽപ്പു തന്നെ തേനീച്ചകളുടെ റാണിയുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകും എന്നതുപോലെ വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചം തന്നെ ഗണേശന്റെ സാന്നിധ്യം തെളിയിക്കാൻ മതിയാകും. ശിവൻ എന്ന് പറയപ്പെടുന്ന അപ്രകടമായതും അതീന്ദ്രിയവുമായ ചേതനയിൽ നിന്നാണ് ഗണേശൻ അല്ലെങ്കിൽ നാഥൻ ജന്മം കൊണ്ടത്. തന്മാത്രകൾ ഒന്നിച്ചു ചേരുമ്പോൾ ദ്രവ്യം നിലവിൽ വരുന്നത് പോലെ പല കഷ്ണങ്ങളായി കിടക്കുന്ന മനുഷ്യചേതനയുടെ ഘടകങ്ങളെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ശ്രമമില്ലാതെ തന്നെ ദൈവീകത സംഭവിക്കുന്നു. അതാണ് ശിവനിൽ നിന്നുള്ള ഗണേശന്റെ ജന്മം. എന്തുകൊണ്ടാണ് ഈ ദൈവീകതയെ ആനയുടെ രൂപത്തിൽ പ്രകടമാക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നു. ആന ജ്ഞാനത്തിന്റെയും അധികാരത്തിന്റെയും സഹനശക്തിയുടെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. തടസ്സങ്ങൾക്ക് ചുറ്റും ആനകൾ നടക്കാറില്ല. തടസ്സങ്ങൾ കണ്ടാൽ അവ നിൽക്കാറുമില്ല. തടസ്സങ്ങളെ വെറുതെയങ്ങ് മാറ്റി അവ നേരെയങ്ങ് നടന്നു പോകും. നിങ്ങൾ എന്തിലേക്കാണോ ശ്രദ്ധ പതിപ്പിക്കുന്നത് അതിന്റെ എല്ലാം ഗുണങ്ങൾ നിങ്ങളുടെ ചേതനയിൽ സ്വാംശീകരിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഗണേശനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നേരത്തെ തന്നെയുള്ള ഈ ഗുണങ്ങൾ ജ്വലിക്കുന്നു. നിങ്ങൾക്ക് തടസ്സങ്ങളെ മറികടക്കാനുള്ള ശക്തിയും ജ്ഞാനവും ലഭിക്കുകയും ചെയ്യുന്നു. ജ്ഞാനവും പ്രവൃത്തിയും തമ്മിലുള്ള ശരിയായ സന്തുലനമാണ് വാസ്തവത്തിൽ ആത്മസാക്ഷാത്കാരം എന്ന സന്ദേശം ആനയുടെ നീണ്ട തുമ്പിക്കൈ നൽകുന്നു. ജയ് ഗുരുദേവ്.